July 3rd evening around 2023 ജൂലൈ 3 തിങ്കളാഴ്ച. എനിക്ക് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. വൈകിട്ട് 7 മണിയോടുകൂടി ഞാൻ വീട്ടിലെത്തി. ഭക്ഷണം എടുത്തു വെക്കാൻ ഭാര്യയോട് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പോൾ ജോണിൻ്റെ അമ്മായിയമ്മയുടെ ഫോൺ കോൾ എനിക്ക് വന്നു. ജോണിനെ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. രാവിലെ അവർ തമ്മിൽ സംസാരിച്ചതായിരുന്നു. രാവിലെ ഏതാണ്ട് 9:45 ജോണിൻ്റെ ഓഫീസിൽ നിന്നും ജോണിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ഭാര്യയും വീട്ടുകാരും പലതവണ ശ്രമിച്ചിട്ടും ഫോൺ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ദിവസം രാവിലെ ആയതിനാൽ തിരക്ക് കാരണമായിരിക്കാം ഫോൺ എടുക്കാത്തതെന്ന് കരുതി അവർ ആദ്യം ആശ്വസിച്ചു. എന്നാൽ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായി എന്ന് അവർ ഭയപ്പെട്ടു. ജോണിൻ്റെ ഡാഡി ഡോക്ടർ ജ്ഞാനകരനും ഞാനും വേറൊരു ഫാമിലിയുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു ഫാമിലി കൗൺസിലിംഗ് മീറ്റിങ്ങിലായിരുന്നു ഓൺലൈനിൽ. അത് കഴിഞ്ഞപ്പോൾ എന്നെ ജോണിൻ്റെ ഡാഡി വിളിച്ചു പറഞ്ഞു, അനസ്, ജോണുമായിട്ട് കോണ്ടാക്ട് കിട്ടുന്നില്ല, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ജൂലൈ 3 തിങ്കളാഴ്ച വൈകുന്നേരമാണ് എൻ്റെ അളിയൻ ജോഷു എന്നെ വിളിച്ചിട്ട്, ടിറ്റു ഒരു മോശം വാർത്തയുണ്ട്. നമ്മുടെ ജോൺ ജ്ഞാനഹരൻ അവന് പെട്ടെന്ന് സുഖമില്ലാണ്ടായിട്ടുണ്ട്. വീട്ടിൽ അൺകോൺഷ്യസ് ആയിട്ട് വീട്ടിൽ കിടക്കാമെന്നാണ് കേട്ടത്. ആൾ പോയോ എന്നൊരു സംശയമുണ്ട്, മരിച്ചോ എന്നൊരു സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഞെട്ടലോടുകൂടെ വാർത്ത കേട്ടെ. 1990 ജൂൺ 26 ഡോക്ടർ ജ്ഞാനകരൻ ശാന്തി ദമ്പതികളുടെ ഏകപുത്രനായി ജോൺ ജനിച്ചത്. 12ാം ക്ലാസ് വരെ കേരളത്തിൽ വിദ്യാഭ്യാസം നേടിയ ശേഷം കാരയ്ക്കൽ നിന്നും MBBS-ഉം KMC മണിപ്പാലിൽ നിന്ന് MD-യും നേടി ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു ഡോക്ടർ ജോൺ. 2018 മെയ്യിൽ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ശാന്തിനിയെ വിവാഹം ചെയ്തു. അവർക്ക് 2 ചെറിയ കുഞ്ഞുങ്ങളുമുണ്ട്. ഉപരിപഠനാർത്ഥം ഡോക്ടർ ശാന്തിനി ചെന്നൈയിലായിരുന്നതിനാൽ ജോൺ താൽക്കാലികമായി ഒറ്റയ്ക്കാണ് ബാംഗ്ലൂരിൽ താമസിച്ചിരുന്നത്. വാരാന്ത്യങ്ങളിൽ അവർ കുടുംബമായി ഒത്തുചേരും. ഫോൺ കോൾ
ഒത്തിരി എഫിഷ്യൻ്റ് ആയിരുന്നു. അതുപോലെ കർത്താവിനെ അനുസരിക്കണം എന്നുള്ള കാര്യത്തിലും അവൻ ഒത്തിരി ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. എസ്പെഷ്യലി അവൻ്റെ മാരേജിൻ്റെ കാര്യം വരുമ്പോൾ ശാന്തിനിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ശാന്തിനീൻ്റെ സ്പിരിച്വൽ കണ്ടീഷൻ എങ്ങനെയാണ്, സ്പിരിച്വൽ ബിലീഫ് എങ്ങനെയാണ്, എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എല്ലാം അറിഞ്ഞിട്ടാണ് ജോൺ വിവാഹിതനായത്. ജോൺ നല്ലൊരു അങ്കിളായിരുന്നു, ഞങ്ങളുടെ പിള്ളേർക്ക് നല്ലൊരു അങ്കിളായിരുന്നു. രോഗങ്ങൾ വരുമ്പോഴൊക്കെ പെട്ടെന്ന് ആദ്യം ഞങ്ങൾ ജോണിനെയാണ് വിളിക്കാറ്. ജോണിൻ്റെ ഭൗതിക ശരീരം ബാംഗ്ലൂർ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലെ അതൊരു ശൃംഖല പ്രവർത്തനം പോലെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പടർന്നു. ഡാഡി ഞങ്ങളുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തതാണ് ഓർക്കേണ്ടത്. ഡാഡി എപ്പോഴും പറയും, ഗോഡ് ഇസ് എ സോവറിൻ ഗോഡ്, കർത്താവ് അനുവദിക്കല്ലാതെ ഇത് നടന്നിട്ടുണ്ടാവില്ല. ഞങ്ങൾ പലപ്പോഴും ആലോചിക്കും, ജോൺ അന്ന് സൺഡേ രാത്രി ബാംഗ്ലൂരിൽ പോവാതെ റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇല്ലായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും. പക്ഷേ ഡാഡി എപ്പോഴും പറയും, കർത്താവ് അനുവദിച്ചതാണ്, കർത്താവ് അനുവദിക്കാതെ ഇങ്ങനെ സംഭവിക്കില്ല, ഗോഡ് ഇസ് ഇൻ കൺട്രോൾ എന്ന് പറയും. അതുപോലെ ഒത്തിരി ആലോചിച്ച് വിഷമിക്കുമ്പോൾ ഡാഡി പറയും, ജോൺ ഇന്ന് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ജോണിൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയും. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ് ജോണും കുടുംബവും ബാംഗ്ലൂരിൽ വന്നത്. അന്നു മുതൽ പുളിമാവിലുള്ള സഭയുമായി ആ കുടുംബം വളരെ നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. തൻ്റെ ഭാര്യ ഡോക്ടർ ശാന്തിനിയും കുഞ്ഞുമക്കളായ ജാനറ്റും ജെസിക്കയും അടങ്ങുന്ന ആ ചെറിയ കുടുംബം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട കുടുംബമായി മാറി. അവർ വളരെ സഭയോടും ദൈവമക്കളോടും സ്നേഹവും അതുപോലെ കരുതലുമുള്ളവരായിരുന്നു. വിശ്വാസികളെ സ്നേഹിക്കുവാനും കരുതുവാനും സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും വളരെ തൽപരരായിരുന്നു. അതിഥി സൽക്കാരത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു. അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് അറിഞ്ഞ് പ്രവർത്തിക്കുവാനും താൻ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. I asked one question to Brother Janagaran, who lost his son. Brother John suffered in sickness and died, then able to understand or relate. But he lived safely and without any problem. But all of a sudden, why God took him? This question I asked him actually, immediately after the John departure. But he answered, if John suffered in sickness and then God take, or if John made an accident and he died, then also we will ask a question. Why, Lord, you allowed this much suffering in his life? But now, man of God John actually went to the Lord. Purposefully God took him.
സഹോദരി കാനഡയിൽ നിന്ന് എത്താൻ ഉള്ളതുകൊണ്ട് ശവസംസ്കാരം ജൂലൈ 6 വ്യാഴം നടത്താൻ തീരുമാനിച്ചു. വെല്ലൂരിലെത്തിച്ച ബോഡി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ അനുമതി കിട്ടി. പക്ഷേ മറ്റൊരു വലിയ പ്രതിസന്ധി വീണ്ടും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശരീരം എവിടെ സംസ്കരിക്കും? വെല്ലൂരിൽ CSI സഭയ്ക്കും പെന്തക്കോസ്ത സഭയ്ക്കും മാത്രമേ ശ്മശാനമുള്ളൂ. CSIക്കാർ അനുമതി നിഷേധിച്ചതോടെ കുടുംബം പെന്തക്കോസ്ത സഭയെ അഭയം തേടി. സാധാരണ നിലയിൽ അവരുടെ സഭാംഗങ്ങൾക്ക് മാത്രം നൽകുന്ന അനുമതി ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ ഡോക്ടർ ജോണിൻ്റെ കാര്യത്തിൽ ലഭിച്ചു. അങ്ങനെ വ്യാഴാഴ്ച വെല്ലൂർ സയൺ സിമിത്തേരിയിൽ ജോണിൻ്റെ പാടിലും നിറഞ്ഞ പ്രത്യാശയോടെ ദൈവം നല്ലവനാണെന്നും ദൈവത്തിന് തെറ്റുപറ്റില്ലെന്നും അവർ ഏറ്റുപറഞ്ഞു. കർത്താവിൻ്റെ വീണ്ടും വരവിങ്കൽ ഉയർപ്പിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ പ്രിയപ്പെട്ടവനെ വീണ്ടും കാണും എന്ന മഹത്തായ പ്രത്യാശ ഡോക്ടർ ശാന്തിനി പങ്കുവച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ജോണിനെ അവസാനമായിട്ട് കണ്ടത് ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു. ഏപ്രിലിൽ ജോണിൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ സംബന്ധിച്ച് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡാഡി മമ്മിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് സന്തോഷിച്ച നല്ല നാളുകളായിരുന്നു. അവിടെ ബാംഗ്ലൂരായിരുന്നപ്പോൾ ഒരു വൈകുന്നേരം ഞാനും ജോണും ഷോപ്പിങ്ങിന് പോയി. ഒത്തിരി ദൂരം നടന്നാണ് ഷോപ്പിങ്ങിന് പോയത്. സംസാരിച്ചുകൊണ്ട്
And thirdly, that my brother lived a life honoring the Lord. He excelled as a steward in every area of his life. It was a short life, but it was a fruitful one, and that gave me joy. Finally, that Jesus empathizes with us in our sorrow. He sits with us in our grief, as he showed in the tomb of Lazarus. Psalm 34 verse 18 says, God is near to the brokenhearted. And I experienced it deeply on that day, and I continue to experience it. ജോണിൻ്റെ ഡാഡി, മമ്മി, ജോണിൻ്റെ വൈഫ്, മറ്റ് ബന്ധുക്കൾ, ഇവരുടെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇവരുടെ മുഖത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകത, ജോണിൻ്റെ വേർപാട് വരുത്തിയ വേദന വളരെയധികം അവരുടെ മുഖത്തുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഈ അടക്കാൻ പോകുന്ന ജോണിൻ്റെ ശരീരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ അവരുടെ മുഖത്തുണ്ടായിരുന്നു. ആ പ്രത്യാശയിൽ അവർ വളരെ ധൈര്യം കൊണ്ടു. മാത്രമല്ല, ആ സമയത്ത് കണ്ട വേറെ പ്രത്യേകത, ജോണിൻ്റെ ഫേസ് കവർ ചെയ്യേണ്ടി വന്നപ്പോൾ ജോണിൻ്റെ ഡാഡി ഡോക്ടർ ജ്ഞാനഹരൻ ഒരു കുഞ്ഞിനെ, ഒരു അമ്മ എങ്ങനെയാണോ ആ കുഞ്ഞിന് യാതൊരു രീതിയിലും വേദന വരാതെ ഒരു ഡ്രസ്സ് അവൻ്റെ മുഖത്തിടുന്നു, അതുപോലെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആ തുണി കൊണ്ട് അവൻ്റെ ഫേസ് കവർ ചെയ്തു. ഒരു വിശ്വാസ സംഹിതയുടെ ഏറ്റവും വലിയ പരീക്ഷ ജീവിതത്തിലെ നിർണായക പ്രതിസന്ധി ഘട്ടത്തിൽ ആ വിശ്വാസം പിന്തുടരുന്നവർക്ക് അത് എന്ത് ഉത്തരവും ധൈര്യവും നൽകുന്നു എന്നുള്ളതാണ്. മരണമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെ ഇതാ കർത്താവായ യേശുവിലുള്ള വിശ്വാസവും അവിടുന്ന് നൽകുന്ന മരണത്തെ മറികടക്കുന്ന പ്രത്യാശയും ഒരു കുടുംബത്തെയും അവരിലൂടെ വിശ്വാസ സമൂഹത്തെ ആകമാനവും ഉറപ്പോടെ നിൽക്കാൻ ശക്തിയേകുന്ന മഹത്തായ കാഴ്ച നാം കാണുന്നു. ആ കുടുംബം കാണിച്ച വിശ്വാസത്തിൻ്റെയും ദൈവാശ്രയത്തിൻ്റെയും മാതൃക അനുപമമാണ്. ഇവിടുത്തെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതമെന്നും പ്രത്യാശാനിർഭരമായ നിത്യത നമ്മെ കാത്തിരിക്കുന്നുവെന്നും നാം അതിനായി ജീവിക്കണമെന്നും ഡോക്ടർ ജോണിൻ്റെ ഹ്രസ്വജീവിതം നമ്മെയെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്.